അപ്പൊ നമസ്കാരമുണ്ട്. നമ്മുടെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മള് മാൾട്ടയിൽ നിന്നുള്ള വിശേഷങ്ങളായിട്ടാണ് ഈ ചാനലിൽ ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നത്. അപ്പൊ ഇതുവരെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എനിക്കറിയാം ഒത്തിരി ആളുകൾ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യുന്നുണ്ട്, ഒത്തിരി സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന്. അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് നമ്മൾ ചങ്കിൽ കൊണ്ടുനടക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കണം. ഇന്ന് വന്നിരിക്കുന്നത് രണ്ട് കൂട്ടുകാരെ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവര് മാൾട്ടയിൽ വന്നിട്ടുള്ള അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ന് അവരോട് തന്നെ ചോദിച്ചറിയണം. അപ്പോ ഇവര് രണ്ടുപേരാണ് നമ്മുടെ ഫ്രണ്ടിലുള്ളത്. ജസ്റ്റ് അവരൊന്ന് പരിചയപ്പെടാം. നിങ്ങക്ക് ഒന്ന് പരിചയപ്പെടുത്താമോ? എന്താണ് പേര്? എന്റെ പേര് ഫ്രിബിൻ, വീട് ഇടുക്കിലാണ്. എന്റെ പേര് ജുബിൻ, നാട്ടിലെ ഞാൻ പാലാണ് സ്ഥലം. ഞാൻ ഇവിടെ ഒരു AC ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിൽ ഒരു AC ടെക്നീഷ്യൻ, അതായത് നമ്മൾ കഴിഞ്ഞ തവണ പരിചയപ്പെടുത്തിയ കൂട്ടുകാരൻ നഴ്സിംഗ് ഫീൽഡ് ആയിരുന്നു. ഇപ്പോ നമ്മൾ പരിചയപ്പെടുത്തിയ ഒരു AC ടെക്നീഷ്യൻ ആണ്. പേരൊന്നുകൂടെ പറയാം. ജുബിൻ. ജുബിൻ. അപ്പൊ നാട്ടിൽ എവിടെയാണ് സ്ഥലം? നാട്ടിൽ പാല. പാലയിൽ നിന്നാണ്. ജുബിനാണ്. ജുബിൻ ഇവിടെ വന്നിട്ട് എത്ര നാളായി? ഞാനിപ്പോ വന്നിട്ട് 1 വർഷം കഴിഞ്ഞു. 1 വർഷം കഴിഞ്ഞു. ഓക്കെ. ഞങ്ങൾ രണ്ടുപേരും ഏകദേശം ഒരു സെയിം ടൈമിലാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടവരാണോ? ഫ്രിബിനും ഷുബിൻ ഞങ്ങൾ ഇവിടെ വന്നിട്ട് പരിചയപ്പെട്ടു. ഇവിടെ വന്നതിന് ശേഷമാണ് പരിചയപ്പെട്ടത്. അപ്പോ നിങ്ങൾക്ക് ഞാൻ ഇവിടുത്തെ പബ്ലിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അതായത് മാൾട്ടയിലോട്ട് വരുന്ന കുട്ടികളെ സംബന്ധിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എത്ര രൂപ വാടക ആവുന്നുണ്ടെന്നുള്ളതാണ് ഫസ്റ്റ് ചോദ്യം. എത്ര രൂപ നിങ്ങൾ വാടക കൊടുക്കുന്നുണ്ട് ഇവിടെ? ഞാൻ ആദ്യം വന്ന സമയത്ത് ഞാൻ താമസിച്ചോണ്ടിരുന്നത് നക്ഷാർ എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു. നക്ഷാർ. അവിടെ റെന്റ് ഇവിടുത്തെ അപേക്ഷിച്ചിട്ട് കുറവായിരുന്നു. എത്ര രൂപ കൊടുക്കുന്നുണ്ടായിരുന്നു? അന്നേരം 130 രൂപയോളം റെന്റ്. 130 രൂപയല്ല, 130 യൂറോ. 130 യൂറോയോളം റെന്റ്. അതൊന്നും പ്രശ്നമല്ല, അവർക്കൊക്കെ മനസ്സിലാവുന്നേ. 130 യൂറോയോളം റെന്റ് വരുന്നുണ്ടായിരുന്നു. പിന്നീട് ഇലക്ട്രിസിറ്റി എല്ലാം കൂടി കൂട്ടി വാടക ആ ഒരു സ്ഥലത്ത് അതാണ് നമുക്ക് അറിയേണ്ടത്. 150 ഇലക്ട്രിസിറ്റി, വൈഫൈ, അതായത് ഒരു 170 യൂറോയില് ഒരുവിധം എല്ലാ കാര്യങ്ങളും. 170 നമുക്കൊരു 200 പിടിക്കാം എല്ലാം കൂടെ കൂട്ടി ഒരു 200. അപ്പൊ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക, നാട്ടിൽ നിന്ന് വരുന്ന എല്ലാവരും ശ്രദ്ധിക്കുക. ഒരു 200 യൂറോ നമുക്ക് ഇവിടെ വാടക ഇനത്തിൽ തന്നെ ഇവിടെ ചെലവുണ്ടെന്നാണ് നിങ്ങളുടെ അഭിപ്രായത്തില്? എങ്ങനെയാണ്? 200 റേഞ്ചിലൊക്കെയാണ് നമ്മുടെ ഒരു ചെലവ്. അപ്പൊ 200 യൂറോ എന്തായാലും നിങ്ങൾക്ക് വാടക ഇനത്തിൽ തന്നെ ചെലവ് പ്രതീക്ഷിക്കാം. അതേപോലെ ഇവിടെ എത്ര രൂപ നിങ്ങൾ ചെലവിനായിട്ട്, ഫുഡ് അതേപോലെ മറ്റ് ചെലവുകളായിട്ട്, കറക്കം, ബസ് കാർഡ്, അതേപോലെയുള്ള മറ്റു ചെലവുകൾക്കൊക്കെ ചെലവാകും? മാക്സിമം ഒരു 100 രൂപ അങ്ങനെ പോകുന്നുണ്ട്. 100 യൂറോ. ടോട്ടൽ ഒരു 300 യൂറോ. അതായത് നമ്മൾ ഫുഡിന്റെ കാര്യത്തിൽ നമ്മളെപ്പോഴും നമ്മൾ കഴിക്കുന്ന പോലെ ഇരിക്കും. നമുക്ക് ഒരാൾക്ക് കയറി ഇത്രയും കഴിച്ചെന്നോ അങ്ങനെ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പം ചില ആളുകൾ സ്ഥിരം നോൺ വെജ് മാത്രം കഴിക്കാൻ അത് ഇച്ചിരി കൂടുതൽ വരും. നേരെ മറിച്ച് നമുക്ക് അത് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കുന്നതാണ് നമുക്ക് അത് കൂടുതൽ, അത് നമുക്ക് അതിന്റെ ഏറ്റക്കുറച്ചിലുണ്ടാവും. നേരെ മറിച്ച് ബസ് കാർഡിന് വരുന്നത് നമുക്ക് എത്ര 27 യൂറോ, 27 അല്ലേ? 26 യൂറോ ഒരു മാസത്തേക്ക്. അത് നമുക്ക് ഒരു മാസത്തേക്ക് 26 യൂറോയ്ക്ക് ഒരു മന്ത്ലി പാസ് പോലത്തെ ഒരു അലവൻസ് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. മാൾട്ടയുടെ ഓപ്പർച്യൂണിറ്റി ഏത് സ്ഥലത്ത് വെച്ചിട്ടാണ്, എവിടെ ജോലി ചെയ്യുമ്പോഴാണ് അറിയാൻ പറ്റിയത്? ഞാൻ ശരിക്കും ദുബായിലായിരുന്നു ഇതിനു മുമ്പ് ജോലി ചെയ്തോണ്ടിരുന്നത്. അവിടെ എല്ലാവർക്കും അറിയാൻ പറ്റും, മാൾ ഓഫ് എമിറേറ്റ്സ് എന്ന് പറഞ്ഞൊരു ദുബായിൽ തന്നെ ഒരു ഫേമസ് മാളാണ്. ആ മാളില് മെയിന്റനൻസിലായിരുന്നു ജോലി ചെയ്തോണ്ടിരുന്നത്. ദുബായിലെ എമിറേറ്റ്സ് മോളില് ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. അപ്പോ ദുബായിലാണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത്. മാൾട്ടയെ കുറിച്ച് ദുബായില് എങ്ങനെയാണ്, ഇപ്പൊ ദുബായിലുള്ള ആളുകളുടെ സമീപനം എന്താണ്? മാൾട്ട ഒരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണോ വിചാരിക്കുന്നത്? ഇപ്പോൾ ഞാനിപ്പോ ദുബായിയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇവിടെ വന്നിട്ട് എനിക്കൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ടാണ് തോന്നുന്നത്. അല്ല, ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾ ദുബായിൽ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ കൂട്ടുകാരും ഇവരൊക്കെ മാൾട്ടയെ എങ്ങനെയാണ് കാണുന്നത്? മാൾട്ടയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്നത്? ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് നമുക്ക് മാൾട്ട എന്നൊരു രാജ്യം പോലും ഉള്ളതായിട്ടൊന്നും അറിയത്തില്ല. ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ നാട്ടിലേക്ക് പോയതാണ്. നാട്ടിൽ ചെന്ന് വീണ്ടും ഒരു ജോലിക്കായി സെർച്ച് ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് പേപ്പറിൽ അഡ്വർടൈസ്മെന്റ് കണ്ട് അങ്ങനെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. അപ്പം 1-2 ഏജൻസികളെ ഞാൻ കോണ്ടാക്ട് ചെയ്തു. പല ഏജൻസികൾ ആ സമയത്ത് മാൾട്ടയ്ക്ക് വേക്കൻസി ഉണ്ട്, ഞാൻ കൺട്രി ഉണ്ടെന്നും ഇതിനെപ്പറ്റി കൺട്രിയെ പറ്റിയൊക്കെ അന്വേഷിച്ചിട്ടൊക്കെ പല ചില ഏജൻസികൾ എന്നോട് പറഞ്ഞു. ഞാനൊരു കാര്യത്തിലൊന്ന് ഇന്റർഫിയർ ചെയ്യാണ്. ഏതെങ്കിലും ഏജൻസിയിൽ പൈസ പോയിട്ടുണ്ടോ മാൾട്ടയ്ക്ക് വരാൻ വേണ്ടിയിട്ട്? എനിക്ക് പൈസ പോയിട്ടില്ല, പക്ഷെ പലയിടത്തും പോകേണ്ട അവസ്ഥ വരെ വരുത്തിയിട്ടുണ്ട്. പക്ഷെ ദൈവം സഹായിച്ച് പോയിട്ടില്ല. അപ്പൊ അതായത് എവിടെയൊക്കെയോ ട്രാപ്പുകൾ ഉണ്ടെന്നാണ് പറയുന്നത്. ട്രാപ്പുകളുണ്ട്. ഓക്കെ. മാൾട്ടയെ കുറിച്ചുള്ള അഡ്വർടൈസ്മെന്റ് കാര്യങ്ങളും, അതായത് മാൾട്ടയിൽ ഇങ്ങനെ ഒരു ജോലി സാഹചര്യം ഉണ്ടെന്ന്
എങ്ങനെയാണ് അവിടെ അറിയാൻ പറ്റുന്നത്? പത്രത്തിൽ കണ്ടിട്ടാണോ? ഞാൻ ന്യൂസ് പേപ്പർ കണ്ടിട്ടാണ് ഞാൻ അപ്ലൈ ചെയ്തത്. ശരിക്കും ന്യൂസ് പേപ്പറിൽ കണ്ടിട്ട് തന്നെ അപ്ലൈ ചെയ്തത്? ആദ്യം ശരിക്കും പറഞ്ഞാൽ ന്യൂസ് പേപ്പറിൽ കണ്ടു. ഇപ്പൊ നമ്മള് ഗൾഫിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വലിയ സ്വപ്നമാണല്ലോ യൂറോപ്പ്, PR, ഇങ്ങനെ പല കാര്യങ്ങളും നമുക്ക് ഗൾഫിൽ നിൽക്കുമ്പോൾ നമ്മളെ സംബന്ധിച്ചൊരു വലിയ കാര്യമാണ് യൂറോപ്പിൽ പോകണം, PR. ഞാൻ ചോദിക്കട്ടെ, അപ്പൊ നാട്ടിൽ ഒരുപാട് പറ്റിപ്പ് നടക്കുന്നു എന്ന് ചിലരൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഈ പത്രപരസ്യങ്ങളിൽ തട്ടിപ്പ് ഏജൻസികൾ ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പത്രപരസ്യങ്ങളിലല്ല, ഇത് പല രീതികളിൽ ഇത് നാട്ടിൽ തട്ടിപ്പ് നടക്കുന്നത്. ഞാൻ ഇതിനെ പറ്റി ശരിക്കും പറയുകയാണെങ്കിൽ, കാരണം ഞാൻ ഇതിനെ കുറിച്ച് അന്വേഷിച്ചുകൊണ്ടിരിക്കുക. നമ്മുടെ ഒരുപാട് സബ്സ്ക്രൈബേഴ്സ് സ്ഥിരമായിട്ട് ചോദിക്കുന്ന കാര്യമാണ് ഈ ഏജൻസി നല്ലതാണോ, ആ ഏജൻസി നല്ലതാണോ എന്നൊക്കെ. അപ്പോൾ ഞാൻ ഒരു ഏജൻസി, ജെന്യൂൻ ആയിട്ടുള്ള ഏജൻസി അന്വേഷിച്ച് കൃത്യമായിട്ട് അറിഞ്ഞ് അതിന്റെ കൂട്ടുകാരായിട്ട് റെഫറൻസ് അന്വേഷിച്ചതിന് ശേഷമൊക്കെയാണ് ഞാൻ വന്നത്. അതുപോലെ ജിബിൻ അപ്പൊ പത്രത്തിലെ പരസ്യം കണ്ടിട്ട് വന്നുകൊണ്ട് ജിബിനായിട്ടൊന്ന് ആ കാര്യങ്ങളൊന്ന് പറയാമോ? ഞാൻ ആദ്യം പത്രത്തിൽ പരസ്യം കണ്ടു. ഓക്കെ. ഞാൻ അവിടെ ആദ്യം CV അയച്ചു. ആദ്യ സമയത്ത് CV എന്റെ റിസീവ് ചെയ്തിട്ട് എന്നെ തിരിച്ചു കൊടുത്തിട്ട് ഞങ്ങൾ പിന്നെ കോൺടാക്ട് ചെയ്യാന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കുറച്ചു കാലങ്ങൾ മുന്നോട്ട് പോയി. 6-7 മാസത്തോളം അവർ പിന്നെ ഒരു വലിയ കോണ്ടാക്ട് ഒന്നും ഇല്ലായിരുന്നു. ആ സമയത്ത് ഞാൻ നെറ്റിൽ സെർച്ച് ചെയ്ത് പല ഏജൻസികൾ, അന്നേരം പത്രപരസ്യം കണ്ട് വിളിച്ചവരുണ്ട്. അങ്ങനെ പല ഏജൻസികളെ ഞാൻ വിളിച്ചു. പല ഏജൻസികളെ നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെട്ടു. ഞാൻ അങ്ങോട്ട് ബന്ധപ്പെട്ടു. ചില ഏജൻസികള്, ചില വ്യക്തികള് അതില് ഫ്രോഡായിട്ട് ചെയ്യുന്നവരുണ്ട്. പൈസ ചോദിച്ചിട്ടുണ്ടോ? ആദ്യം തന്നെ 10,000 രൂപ ചോദിച്ചവര്, 20,000 രൂപ ചോദിച്ചവര് ഒക്കെ ഉണ്ട്. ഇങ്ങോട്ടേക്ക് പോരാനായിട്ട് ഏജന്റ് നമ്മൾ ന്യൂസ് പേപ്പർ വഴിയിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തു. അവർക്ക് CV അയച്ചു കൊടുക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് പ്രോസസ്സ് അവർ സ്റ്റാർട്ട് ചെയ്തിട്ട് പൈസയുടെ കാര്യങ്ങളിലോട്ടൊക്കെ എത്തി? ശരിക്കും ഞാൻ ആദ്യം സമയത്ത് ഒരു ഏജന്റിനെ ഞാൻ പറഞ്ഞു, പല ഏജന്റുകളെ നമ്മൾ അപ്രോച്ച് ചെയ്തിരുന്നു. അത് ആദ്യ സമയത്ത് ഒരു ഏജന്റിനെ അപ്രോച്ച് ചെയ്ത പുള്ളി പറഞ്ഞു, എന്നോട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് നല്ല എമൗണ്ട് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. നമ്മൾ ആ ഏജന്റ്, അതായത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ പൈസ ചോദിച്ചു. ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നത് എത്ര രൂപ ചോദിച്ചു? 1 ലക്ഷം രൂപയുടെ മേളിൽ ചോദിച്ചു. എല്ലാവരും ശ്രദ്ധിക്കുക, 1 ലക്ഷം രൂപ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നതിന് മുൻപേ തന്നെ മാൾട്ടേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആളോട് എഗ്രി ചെയ്തിട്ട് ചോദിച്ചു. ഓക്കെ. അപ്പൊ ഞാൻ ഇതുപോലെ നെറ്റിലൊക്കെ നോക്കുകയും പലരെയും പല രീതിയിലൊക്കെ നോക്കിയപ്പോ എനിക്കത് അത്ര സ്യൂട്ടബിൾ ആയിട്ട് തോന്നിയില്ല. ഞാനത് പരമാവധി ഒഴിവാക്കി. പിന്നീട് ഞാൻ വീണ്ടും വെയിറ്റ് ചെയ്ത് ഞാൻ ആദ്യം CV അയച്ച ഏജൻസി എറണാകുളത്തുള്ള ഒരു ഏജൻസി ആയിരുന്നു. അവര് എന്നെ തമ്മനത്തായിരുന്നു ഓഫീസ്. അവരെന്നെ തിരിച്ചു വിളിച്ചു. പിന്നെ അവരെന്നോട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന കാര്യം പറഞ്ഞു. അപ്പൊ എന്നോട് പറഞ്ഞു, താങ്കളുടെ ഇംഗ്ലീഷ് വളരെ മോശമാണ്, നമുക്ക് ഇംഗ്ലീഷ് വേണേ കുറച്ച് നമുക്കൊരു ചെറിയ കോഴ്സ് ഉണ്ട്, അങ്ങനെ വന്ന് പഠിക്കാന്ന് പറഞ്ഞു. അവിടെ IELTS അല്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും എക്സാം അവർ ചോദിക്കുന്നുണ്ടോ? അവിടെ അവര് ഇല്ല, അവര് ശരിക്കും അവിടെ IELTS ട്രെയിനിങ് ഒക്കെ നടത്തുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് അവര് പറഞ്ഞു നിനക്ക് വേണമെങ്കിൽ കുറച്ചാൽ. ഞാൻ നോക്കിയപ്പം വെറുതെ ഇതിന്റെ വലിയ ആവശ്യമൊന്നുമില്ല, എന്നാലും നമുക്ക് ഇംഗ്ലീഷ് പഠിച്ചിരിക്കാൻ എന്നെ സംബന്ധിച്ച് പിന്നീടുള്ള കാര്യത്താലുള്ള ഒരു ഗുണം എന്നുള്ള രീതിയിൽ ഞാൻ കുറച്ച് സ്പോക്കൺ ഇംഗ്ലീഷും കാര്യങ്ങളും പഠിച്ചു. അവരവിടുന്ന് എന്റെ CV മേടിച്ചു വെച്ചു. ആദ്യം ഒരു കമ്പനിയിൽ അപ്ലൈ ചെയ്തിരുന്നു. അതെന്തോ ക്ലീനർ ആയിട്ടൊക്കെ നമുക്ക് നോക്കാന്നൊക്കെ പറഞ്ഞവര് നോക്കി. പക്ഷെ അത് എന്തോ റെഡിയായില്ല. ശരിക്കും അവരൊരു ജോലി പ്രോപ്പർ ആയിട്ടുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ജോലി റെഡി ആയതിനു ശേഷമല്ലേ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതോ നേരത്തെ തന്നെ CV ഒക്കെ മേടിച്ചു വെച്ച് നിങ്ങൾക്ക് എന്തായാലും മാൾട്ടയിലോട്ട് പോവാന്ന് പറഞ്ഞിട്ടാണോ ജോലി അന്വേഷിച്ചത്? എന്നോട് CV എന്റെ മേടിച്ചു വെച്ചിരുന്നു. അവിടെ നേരത്തെ തന്നെ മാൾട്ടയിലോട്ട് എന്തായാലും പോവാന്ന് പറഞ്ഞിരുന്നില്ല. ആദ്യം തന്നെ CV വാങ്ങിച്ചു വെച്ചു. അത് കഴിഞ്ഞിട്ട് അവർക്ക് ഇവിടെ ഒരു ഏജൻസി ഉണ്ടായിരുന്നു. അവർ ആ ബ്രാഞ്ച് അല്ല, ഇവിടെ വേറെ ടൈപ്പ് വേറെ ഏജൻസിയുമായിട്ട്, യൂറോപ്പിലുള്ള ഒരു ഏജൻസിയുമായിട്ട് അവർക്ക് ഒരു ടൈപ്പ് ഉണ്ടായിരുന്നു. അവർ ആ യൂറോപ്പിലെ ഏജൻസിയുമായിട്ട് ഇവിടുത്തെ ഏജൻസിയിലേക്ക് അവരൊരു എന്റെ CV ഹാൻഡിൽ ചെയ്തു. അത് ഇവിടുത്തെ ഒരു ഏജൻസി, ഒരു നേപ്പാൾ സ്വദേശിയായിരുന്നു ഇവിടുത്തെ കാര്യങ്ങൾ അവർ ഹാൻഡിൽ ചെയ്തോണ്ടിരുന്നത്. അദ്ദേഹം എന്റെ CV വെച്ചിട്ട് ഇവിടെ ജോബ് സെർച്ച് ചെയ്യാൻ തുടങ്ങി. അവർ അദ്ദേഹത്തിന്റെ പല കമ്പനികളിൽ പല കോൺടാക്റ്റുകൾ ഉണ്ടായിരുന്നു. തീർച്ചയായിട്ടും അവരവിടെ കൊണ്ട് CV കൊടുത്തിരുന്നു. അങ്ങനെ ഈ സമയത്ത് ഈ പ്രോസസ്സിംഗിന്റെ ഈ പറയുന്ന ജോലി അന്വേഷിക്കുന്ന സമയത്ത് ഏതെങ്കിലും രീതിയിൽ അവര് സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടുണ്ടോ? സാമ്പത്തിക ഇടപാട് ഞാൻ അവിടെ പഠിച്ചതിനുള്ള ഫീസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. പഠിച്ചതിനൊക്കെ അത് നമുക്ക് മനസ്സിലാവുന്ന കാര്യം. അത് നമ്മളുടെ ആവശ്യത്തിന് പോയി പഠിച്ചു. അതായത് ഇംഗ്ലീഷ് അറ്റൻഡ് ചെയ്ത് നല്ലതായിരിക്കും. അതൊരു നിർബന്ധമുള്ള കാര്യമല്ല. നമുക്ക് നമ്മൾ പഠിക്കുന്ന കോഴ്സിനുള്ള പൈസ കൊടുത്തു. ഏജൻസി എന്തെങ്കിലും പൈസ എക്സ്ട്രാ പൈസ ഒന്നും എന്റെ കയ്യിൽ വാങ്ങിച്ചിട്ടില്ല. അതായത് ജെനുവിൻ ഏജൻസികൾ മനസ്സിലാക്കുന്നിടത്തോളം അവര് ഒരു പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നതോ ഒരു ജോലിയിലേക്ക് നമ്മൾ എത്തിക്കുന്നത് വരെ പൈസ മേടിക്കുന്നില്ല. ശരിക്കും ഞാൻ എന്റെ ഒരു
ഓഫർ ലെറ്റർ ഗൾഫിലോട്ടൊക്കെ പോകുമ്പോൾ ഓഫർ ലെറ്റർ എന്ന് പറയും. ഇൻവിറ്റേഷൻ എംപ്ലോയർ ഇവിടുന്ന് എനിക്ക് ഇൻവിറ്റേഷൻ ലെറ്ററും കാര്യങ്ങളും നമ്മുടെ പേപ്പേഴ്സും ഐ ഡി മാൾട്ടയിലെ ഫോമുകളെല്ലാം സൈൻ ചെയ്ത് എനിക്ക് അയച്ചു തന്നിരുന്നു. അതായത് നമ്മൾ ഐ ഡി മാൾട്ടയിലോട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു യൂറോപ്പിലെ ഗവൺമെന്റിൽ അപ്ലൈ ചെയ്യാനുള്ള പേപ്പറുകൾ നിങ്ങൾക്ക് സൈൻ ചെയ്ത് പ്രോപ്പറായിട്ട് തിരിച്ചയക്കാൻ പറയുന്നത്. കോൺട്രാക്ട് ജോബ് കോൺട്രാക്റ്റും എല്ലാം കൂടെ വന്ന സമയത്ത് എന്റെ ഏകദേശം 2 ലക്ഷം രൂപയോളം വാങ്ങിച്ചു. ആ സമയത്ത് 2 ലക്ഷം രൂപ മേടിച്ചിട്ടുണ്ട്. മേടിച്ചു. സാധാരണ രീതിയിൽ ഈ ജോബ് കോൺട്രാക്റ്റും ഇതെല്ലാം സൈൻ ചെയ്ത് അയച്ച് ഇത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് 280 യൂറോ മാത്രമേ ഐഡന്റിറ്റി മാൾട്ടയിൽ ഇവർക്ക് എക്സ്പെൻഡിച്ചർ ഉള്ളൂ. ഏത് ഏജൻസി ആയിരുന്നാലും 280 യൂറോ മാത്രമേ വർക്ക് പെർമിറ്റിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവർക്ക് ചെലവുള്ളൂ. പക്ഷേ 2 ലക്ഷം രൂപ മേടിച്ചു എന്നാണ് പറയുന്നത്. ഇങ്ങനെയാണ് നമുക്ക് ഈ ജെന്യൂൻ ഏജൻസികളെയോ അല്ലാതെ ഫ്രോഡ് ഏജൻസികളെ തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ കൺക്ലൂഷൻ ആയി നിൽക്കുന്നതിന്റെ ഒരു പ്രോബ്ലം ഇതാണ്. അപ്പോ നമ്മൾ ആ പൈസ കൊടുത്ത് ഇവിടെ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര രൂപ സാലറിക്കൊക്കെയാണ് നമ്മൾ നാട്ടിൽ നിന്ന് അഗ്രിമെന്റ് ഒക്കെ സൈൻ ചെയ്തത്? നാട്ടിൽ നിന്ന് ഏകദേശം 6.5 യൂറോ ആയിരുന്നു തോന്നുന്നു. 6 യൂറോ ആണ് മണിക്കൂറിന്. ഇവിടെ വന്നപ്പോൾ ആ സമയത്ത് വലിയ കുഴപ്പമില്ല. അത്രയും തന്നെ പൈസ ഇവിടെ പിന്നെ ആ ഒരു സമയത്ത് കൊറോണയുടെ ചെറിയ ഇഷ്യൂസ് ഒക്കെ ഉണ്ട്. ബേസിക് സാലറി ഏറെക്കുറെ എത്ര പറഞ്ഞിട്ടാണ്? 1000-1500 യൂറോ ഒക്കെ. എനിക്ക് പെർ അവർ 6.5 യൂറോ, അതാണ്ട് 1000-1150 യൂറോ ഏകദേശം വരും. അത് കൂടുതൽ നമുക്ക് ഇവിടെ ടെക്നീഷ്യൻ എക്സ്പെക്ട് ചെയ്യരുത്. ഓക്കെ, അതായത് അതൊന്ന് കൃത്യമായിട്ട് പറയാം. നിങ്ങളുടെ എ സിയിലോട്ടോ അല്ലെങ്കിൽ ഒരു മെയിന്റനൻസിലോട്ടൊക്കെ വരുന്ന ആളുകൾക്ക് ഏറെക്കുറെ എത്ര രൂപ ഒരു ബേസിക് സാലറി നിങ്ങളുടെ കയ്യിൽ കിട്ടുന്നുണ്ട്? അതിന്റെ ഒരു ജെന്യൂനാലിറ്റി ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കിവിടെ എന്നെ സംബന്ധിച്ച് ഞാൻ ആദ്യം വന്ന സമയത്ത് നമ്മൾ വന്നോണ്ടിരുന്ന സാലറി, ഞാൻ എ സി ടെക്നീഷ്യൻ എന്നുള്ളതിലുപരി എ സി ഇൻസ്റ്റോളർ എന്നുള്ള പോസ്റ്റിലേക്കാണ് ഞാൻ ഇവിടെ ആദ്യം കയറി വരുന്നത്. ഓക്കെ, ആ സമയത്ത് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന പെർ അവർ 6.5 യൂറോ. അതാണ്ട് ഒരു മന്ത്ലി ഓവർ ടൈം എല്ലാം കൂടെ കൂട്ടി കഴിഞ്ഞാൽ നമുക്കൊരു 1200 യൂറോ കിട്ടും. അതായത് മാക്സിമം പറ്റുന്ന ഔട്ട്പുട്ട് ഇട്ടിട്ടും ഒരു 1200 യൂറോത്തോളമാണ് ഒരു സാധാരണ ഒരു എ സി ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെയിന്റനൻസ് അങ്ങനെയുള്ള ജോലികളിലൊക്കെ വരുന്നവർക്ക് അത് മാക്സിമം ഓവർ ടൈമും കൂടെ ചെയ്തിട്ട് കിട്ടുന്ന ഒരു എമൗണ്ട്. ഗൾഫിലെ ആളുകൾ ഇവിടേക്ക് വരുന്നത് കൺസ്ട്രക്ഷനും മെയിന്റനൻസ് ആ ഒരു രണ്ട് രീതിയിലാണ് ഇവിടെ ഉള്ളവരാണ്. ഇവിടെ ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഇപ്പൊ ഞാൻ നാട്ടിൽ ITA കഴിഞ്ഞ ഒരു വ്യക്തിയാണ്. അതായത് നാട്ടിൽ ആസ് പെർ ഞാൻ ഒരു ടെക്നീഷ്യൻ ആണ്. എനിക്കിപ്പം ഒരു 10 ഇയേഴ്സോളം എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് ജോലി. പക്ഷെ ഇവിടെ ടെക്നീഷ്യന്റെ ജോലി ചെയ്യണമെങ്കിൽ നമുക്ക് വേറെ ലൈസൻസ് എടുക്കണം. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഒരു എ സി ടെക്നീഷ്യൻ ആയപ്പോൾ നമുക്ക് ഗ്യാസ് ഹാൻഡിലിംഗ് ലൈസൻസ് അങ്ങനെ പല കാര്യങ്ങളും നമുക്കുണ്ടെങ്കിൽ മാത്രമേ. അതായത് അതിന് നമുക്ക് ഇവരെ സംബന്ധിച്ച് ഇവിടുത്തെ ഒരു സംബന്ധിച്ച് നമുക്ക് ഡിപ്ലോമ വേണം. അതായത് നമ്മൾക്ക് നാട്ടിൽ ചെയ്തിട്ടുള്ള ഡിപ്ലോമ കോഴ്സുകളുടെ ലൈസൻസ് എടുത്ത് സെപ്പറേറ്റ് ലൈസൻസ് ഇവിടെ ഉണ്ടെങ്കിൽ, യൂറോപ്പിൽ ലൈസൻസ് ഉണ്ടെങ്കിൽ ചില ജോലികൾ നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതായത് നമുക്കിപ്പോ പവർ സപ്ലൈയുടെ കാര്യങ്ങള് ചില കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അങ്ങനെ ഒരു പ്രശ്നം വരാറുണ്ട്. യൂറോപ്യൻ സ്റ്റാൻഡേർഡിലോട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതല്ലെങ്കിൽ നമ്മൾ ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ നമ്മൾ വേറൊരു കോഴ്സ് ചെയ്യുക, അങ്ങനെ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അതായത് നാട്ടിൽ നിന്ന് നമ്മള് ITA വിചാരിച്ച് ഇങ്ങോട്ട് ആരും കയറി വരില്ല. അതായത് നാട്ടിൽ നിന്ന് നമ്മളിപ്പോ ഒരു ഏജൻസിനെ എങ്ങനെയെങ്കിലും ഒന്ന് സംഘടിപ്പിച്ച് ഒരു ITC കഴിഞ്ഞ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ ഒരാൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ജോലി ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. പെട്ടെന്ന് അതായത് കൺസ്ട്രക്ഷൻ ഫീൽഡിലാണെങ്കിൽ നമുക്ക് ഇപ്പൊ എ സി ടെക്നീഷ്യൻ എന്ന രീതിയിലുണ്ട്, എ സി ഇൻസ്റ്റോളർ എന്ന രീതിയിലുണ്ട്. ഇൻസ്റ്റോളർ ആയിട്ട് നമുക്ക് ജോലി ചെയ്യുന്നതിന് അങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും നമുക്ക് അത്ര ബുദ്ധിമുട്ട് വരുന്നില്ല. നേരെ മറിച്ച് നമ്മള് ഒരു ടെക്നീഷ്യനായിട്ട് ജോലി ചെയ്യുകയാണെങ്കിൽ, ഒരു മെയിന്റനൻസിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഗൾഫ് കൺട്രീസിന് വരുന്നവരോടൊക്കെ പ്രത്യേകം പറയാനുള്ള കാര്യം, ഇപ്പൊ എന്റെ പല സുഹൃത്തുക്കളായിട്ട് എന്നോട് ചോദിക്കും, ഫോൺ വിളിച്ചാ ഞാൻ എങ്ങനെയാണ് കയറി വന്നു കഴിഞ്ഞാൽ എന്തുണ്ട് നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ? ഇവിടേക്ക് നമ്മൾ ഗൾഫിൽ നിന്ന് വന്ന് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ സർട്ടിഫിക്കറ്റുകൾ ITA സർട്ടിഫിക്കറ്റ് അല്ല, നമുക്ക് അവിടെ ടെക്നീഷ്യന്റെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്കറിയാം ആ സർട്ടിഫിക്കറ്റ് എന്താണ് നമ്മൾ ഇവരെ വെച്ച് നേരെ തിരിച്ച് ഇവർ ആ സർട്ടിഫിക്കറ്റ് ഇവർ അക്സെപ്റ്റ് ചെയ്യുന്നില്ല. നമ്മുടെ ITA സർട്ടിഫിക്കറ്റ് അത് ഒരിക്കലും ഇവിടെ വന്നിട്ട് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് പിന്നീട് നമുക്ക് വേണമെങ്കിൽ ഒരു കോഴ്സ് വല്ലതും പഠിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് അത് ചെയ്യാൻ പറ്റുന്ന. അതായത് ഇങ്ങനെ വരുന്നവരൊരു ഹെൽപ്പർ അല്ലെങ്കിൽ ഒരു ബേസിക് ജോബായിട്ട് വരുന്ന ഒരാൾക്ക് ഇവിടെ വന്ന് ആ ജോലി ചെയ്തുകൊണ്ട് തന്നെ ഈ ലൈസൻസുകൾ എടുക്കാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇലക്ട്രീഷ്യൻ ആയാലും ഉണ്ട്, അങ്ങനെയുള്ള പല. അപ്പോ നിങ്ങൾക്ക് ഇപ്പൊ ഈ 6.5 യൂറോയ്ക്ക് നമ്മൾ ഇവിടെ ജോലിക്ക് വന്നു കഴിഞ്ഞാൽ ഇതേ കോഴ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സാലറിയിൽ വ്യത്യാസം വരും. വ്യത്യാസം വരും. നമുക്ക് നല്ല സാലറിയിലേക്ക് എത്താൻ പറ്റും. ഞാൻ ശരിക്കും ആക്ച്വലി ഇവിടെ വന്നു, എനിക്ക് കാർഡ് കിട്ടി അന്നാണ് ഇവിടെ യൂറോപ്പ്. അത് ദൈവാനുഗ്രഹം എന്ന് പറയാം. കറക്റ്റ് കാർഡ് എനിക്ക് എല്ലാം പ്രോസസ് ചെയ്ത്
എന്റെ ഈ കാർഡ് ഇതൊക്കെയാണോ? കാർഡ് കിട്ടിയ അന്ന് ഞാൻ കാർഡ് കളക്ട് ചെയ്യാൻ പേപ്പർ വന്ന് ഐ ഡി മാർട്ടിൽ പോയി കാർഡ് കളക്ട് ചെയ്ത ദിവസമാണ് ഇവിടെ ലോക്ക്ഡൌൺ എന്ന് പറഞ്ഞൊരു കാര്യമാണ്. അപ്പൊ ഇനിയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ നാട്ടിൽ നിന്ന് ട്രൈ ചെയ്യുന്നവരെ സംബന്ധിച്ച് അറിയാനുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പൊ ഈ കൊറോണയുടെ സമയത്ത് ഇപ്പോഴും പെർമിറ്റ് ആയിട്ട്, അതായത് ഇവിടെ വർക്ക് പെർമിറ്റ് കിട്ടി വിസ അടിച്ച് ഇവിടെ ആളുകൾ വരുന്നുണ്ടോ അന്ന് അറിവില്ല? എന്റെ അറിവില് ഇപ്പൊ ഞാൻ ആദ്യം വർക്ക് ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയില് ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് അവിടെ എനിക്ക് വേറെ ജോലി കിട്ടി, ഞാൻ റിസൈൻ ചെയ്ത് മാറുകയായിരുന്നു. ആ സമയത്ത് എനിക്ക് വേറെ എന്താ പറയുക, അവിടെ പല ആളുകൾ അവിടേക്ക് നാട്ടിൽ നിന്ന് ആളുകളെ കൊണ്ട് പുതിയതായിട്ട് വരേണ്ട ഒരു അത്യാവശ്യം വന്നു. നേരത്തെ സെലക്ട് ചെയ്ത് കുറച്ച് ആളുകളെ വെച്ചിരുന്നു. അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു 2-3 പേരോളം ഉണ്ടായിരുന്നു. വന്നിട്ടുണ്ട് ആളുകൾ? ഇല്ല വന്നിട്ടുണ്ടെന്നല്ല പറയുന്നത്, അവർക്ക് വരാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പൊ അവര് എന്ത് കാണിച്ചു, ഞാൻ റിസൈൻ ചെയ്ത സമയത്ത് അവിടെ ആൾ ഷോർട്ടേജ് വന്നു. ഹ്യൂമൻ ഷോർട്ടേജ് വന്ന സമയത്ത് നമ്മുടെ ഓണർ എന്തോ സ്പെഷ്യൽ പഴയ ഓണർ പറഞ്ഞതാണ് സ്പെഷ്യൽ പെർമിഷൻ ഒക്കെ എടുത്തിട്ട് അവർ വരാൻ ട്രൈ ചെയ്യുന്നുണ്ട്. അവർക്ക് ഇപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് VFS-ൽ. നേരത്തെ സബ്മിറ്റ് ചെയ്യാൻ ആവുന്നില്ലായിരുന്നു. അതായത് ഈ കൊറോണ വന്നതിന് ശേഷം ഇതുവരെ പുതിയ ആളുകൾ നിങ്ങളുടെ കമ്പനിയിലോട്ട് വന്നിട്ടില്ല എന്നാണ് പറയുന്നത്? വന്നിട്ടില്ല, പക്ഷെ ഇപ്പൊ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് പല കമ്പനിയിലും. എന്റെ കമ്പനിയിലോട്ടല്ല, ടെക്നിക്കൽ ഫീൽഡിൽ എന്റെ അറിവിൽ ആരും വന്നിട്ടില്ല. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നാട്ടില് പെട്ടെന്ന് റെഡിയാവും വിസ, ഒരു 6 മാസം കൊണ്ടൊക്കെ വിസ അടിക്കാമെന്ന് പത്രപരസ്യങ്ങൾ കൊടുക്കുന്ന ഒരുപാട് ഏജൻസികളും കാര്യങ്ങളും ഉണ്ട്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ ആയിട്ട് ഇപ്പൊ നമ്മളോട് ഷെയർ ചെയ്തത്, ഈ കഴിഞ്ഞ 1 വർഷമായിട്ട് പേപ്പർ വർക്കുകൾ റെഡി ആകുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് പല കമ്പനികളും ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ പേപ്പർ വർക്ക് ഇതുവരെ നടന്നിട്ടില്ല. അപ്പോ അത് അടുത്ത് തന്നെ റെഡി ആവുമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഇൻഫ്ലുവൻസ് എടുത്തുകൊണ്ട് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പുതിയ ഏജൻസികളായിട്ട് ബന്ധപ്പെടുന്ന ആളുകൾ ഒരു കാര്യം പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, 4 മാസം 5 മാസം സമയം വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഒരിക്കലും പൈസ കൊടുക്കാനായിട്ട് നിൽക്കരുത്. കാരണം കൊറോണ എന്ന് പറയുന്ന ഈ മഹാമാരി എത്ര നാളത്തോളം നിലനിൽക്കുന്നോ, ഇത് മാറിയിട്ട് എന്ന് ഇവിടേക്ക് വരാൻ പറ്റുന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. അത് ചില ഫീൽഡുകളുടെ കാര്യത്തിൽ അത് വ്യത്യാസമുണ്ട്. മെഡിക്കൽ ഫീൽഡ് ഒരു എമർജൻസി ഫീൽഡായിട്ട് കണക്കൂട്ടുന്നതുകൊണ്ട് മെഡിക്കലിൽ ഒരുപാട് ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മറ്റു ഫീൽഡുകളിലും വരുന്നുണ്ടാവും. നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ പലരായിട്ട് സംസാരിക്കും. ഇതേപോലെ തന്നെ നമുക്കിതിപ്പോ AC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ. അതേപോലെ ഗൾഫ് കൺട്രീസിൽ നിന്ന് ട്രൈ ചെയ്യുന്ന, ഇപ്പൊ ഈ കൊറോണ വന്നപ്പോ ഒരുപാട് പേരുടെ ജോലി പോയിട്ട് ഒരുപാട് പേര് ഈ മാൾട്ട ഒരു യൂറോപ്യൻ കൺട്രിയാണ്. മാൾട്ട ഭയങ്കര ഓപ്പർച്യൂണിറ്റി ആണെന്നുള്ള രീതിയിൽ പൈസ കൊടുത്ത് പോരാനിരിക്കുന്ന ഒരുപാട് പേര് ഏജൻസികളെ സമീപിക്കുന്നുണ്ട്. ഇവരോട് പറയാൻ എന്തെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കാൻ പറ്റും കൃത്യമായിട്ട്? ഗൾഫിൽ നിന്ന് ഇപ്പം വരാവുന്നത് ഞാൻ പറഞ്ഞു കേട്ടതനുസരിച്ച് ദുബായിൽ നിന്നൊക്കെ വരാൻ ഇപ്പൊ സാധിക്കുന്നുണ്ട്. അവിടെ നിന്ന് VFS സബ്മിറ്റ് ചെയ്ത് ഇങ്ങോട്ട് കയറി വരാൻ സാധിക്കുന്നുണ്ട്. ദുബായിന്നൊക്കെ ഇത് പറഞ്ഞ ആരെങ്കിലും വന്ന ആരെ എനിക്ക് നിലവിൽ ഇതുവരെ അറിവില്ല. വന്ന ആളുകളെ അറിയത്തില്ല ദുബായിന്ന് കയറി പോരാൻ പറ്റുമെന്നുള്ള ഒരു റൂമർ ഇവിടെ കൃത്യമായിട്ടുണ്ട്. അതായത് എന്റെ ഒരു സുഹൃത്തിന്റെ വേറെ ആവശ്യത്തിന് ഇവിടെ വേറെ ഏജൻസി, ഇവിടെയുള്ള ഒരു ഏജൻസിയുടെ അടുത്ത് ഞാൻ പോയിരുന്നു. ആ പോയിരുന്ന സമയത്താണ് അവരിങ്ങനെ ഒരു കാര്യം എന്നോട് പറഞ്ഞത്. അപ്പം ദുബായിന്ന് വേറെ ജോലി, അങ്ങനെയുള്ള ജോലികൾക്ക് കയറി വരാന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഗൾഫ് രാജ്യങ്ങളിൽ പലരും ജോലി ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 50,000 രൂപ സാലറിയിൽ ജോലി ചെയ്യുന്ന ആൾക്ക് ഏറെക്കുറെ ഒരു 40,000 50,000 രൂപ തന്നെ അവർ വീട്ടിലോട്ട് അയക്കുന്ന സിറ്റുവേഷൻ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആളുകൾ ഇവിടുത്തെ 1 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 1100 യൂറോ എന്ന് പറയുമ്പോൾ ഒരു 90,000 രൂപ തുടങ്ങി 1 ലക്ഷം രൂപ വരുമാനം കിട്ടും എന്നുള്ള രീതിയിൽ ഇങ്ങോട്ട് വരാൻ വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട്. അവരോട് പറയാൻ എത്ര രൂപ ബാലൻസ് ഉണ്ടാവും? എന്താ ജീവിത രീതി? ഗൾഫിൽ നിന്ന് വരുന്നവരോട് എനിക്ക് പ്രത്യേകമായിട്ട് പറയാനുള്ളത്, ഗൾഫ് കൺട്രീസിൽ നിന്ന് വരുന്നത് ആദ്യം വരുന്നത്, ഞാൻ മുമ്പ് ഒരു കാര്യം പറഞ്ഞില്ലല്ലോ, നമ്മളെപ്പോഴും വരുമ്പോൾ ഞാൻ ITയുടെ സർട്ടിഫിക്കറ്റ് ആണ്. ഗൾഫിൽ ടെക്നീഷ്യൻ ആയിട്ടാണ് ജോലി ചെയ്തോണ്ടിരുന്നത്. പലരും ഇപ്പം ഗൾഫിൽ നിന്ന് മെയിന്റനൻസ്, എനിക്ക് സംഭവിച്ചൊരു കാര്യമാണ് ഞാനിവിടെ പറയുന്നത്. ഞാൻ ഗൾഫിൽ മെയിന്റനൻസ് ഫീൽഡിലായിരുന്നു ജോലി ചെയ്തത്. എന്നെ സംബന്ധിച്ച് ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വലിയ കാര്യമായിട്ടൊന്നും അറിയത്തൊന്നുമില്ലായിരുന്നു. അത്യാവശ്യം നാട്ടിൽ AC ഇൻസ്റ്റാൾ ചെയ്യും. അങ്ങനെ ഒരു സിറ്റുവേഷനിൽ പൊക്കോണ്ടിരുന്ന സമയത്ത് എന്നാ കംപ്ലൈൻസ് ചെയ്യാൻ എത്ര വലിയ കംപ്ലൈൻസ് ഇപ്പോഴും ചെയ്യാൻ പറ്റും, ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ഒരു സമയത്ത് ഞാൻ നാട്ടിൽ നിന്ന് കയറി വന്നു. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ഇൻസ്റ്റാളേഷനിലേക്ക് കിട്ടിയത്. ഗൾഫിൽ നിന്ന് കയറി വരുന്നവർ പ്രത്യേകിച്ച് എനിക്ക് പറയാനുള്ളത്, ഗൾഫിലെ ഒന്നാമത്തെ കാര്യം, ഗൾഫിൽ നിന്ന് ഞാൻ നമ്മുടെ ITയുടെ സർട്ടിഫിക്കറ്റിന്റെ കാര്യം ഞാൻ മുമ്പേ പറഞ്ഞിരുന്നല്ലോ. നമുക്കിവിടെ IT വെച്ചിട്ട് നമുക്ക് ടെക്നീഷ്യൻ ആയിട്ട് സപ്ലൈ വഴി കൊടുക്കാൻ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾക്ക് നമുക്കൊരു പരിമിതിയുണ്ട്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നമ്മളിപ്പം ഗൾഫിൽ ഞാനൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു മെയിന്റനൻസ് ഫീൽഡിലാണ്. അത്യാവശ്യം ഞാൻ ഇൻസ്റ്റാൾ ചെയ്യുമായിരുന്നു.
എന്നാലും അത്യാവശ്യ കാര്യങ്ങൾ വലിയ കഷ്ടപ്പെട്ട് അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യുക അങ്ങനെ ഒരു കാര്യങ്ങൾ ഞാൻ ചെയ്തിരുന്നില്ല. ഓക്കെ. നാട്ടിലായാലും എനിക്ക് അത്യാവശ്യം കംപ്ലൈന്റ് ഒക്കെ നോക്കാൻ അറിയാമായിരുന്നു. അപ്പൊ പല കമ്പനികളിലും ഞാൻ മെയിന്റനൻസ് ജോബിലേക്കായിരുന്നു ഞാൻ പൊക്കോണ്ടിരുന്നത്. അങ്ങനെ കംപ്ലൈന്റ് നോക്കുക അങ്ങനെ ഒരു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ അത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ലായിരുന്നു. ഇൻസ്റ്റാളേഷനിലേക്ക് അത്ര ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഇവിടെ വന്ന സമയത്ത് എനിക്ക് ആദ്യം ഞാൻ കൺസ്ട്രക്ഷൻ ഫീൽഡിലേക്കാണ് എനിക്ക് ജോലി കിട്ടി ഇവിടെ കയറി വരുന്നത്. ഓക്കെ. ശരിക്കും വന്ന ആദ്യ സമയങ്ങളിൽ ഞാൻ എന്നെ സംബന്ധിച്ച് ആ ഒരു സമയത്ത് നല്ല രീതിയിൽ കഷ്ടപ്പാടുണ്ടായിരുന്നു. കാരണം ഒന്ന് ഞാൻ ചെയ്ത് ഫിസിക്കൽ കഷ്ടപ്പാടിലുപരി വർക്കിന്റെ കാര്യത്തിന് ഇവിടെ രണ്ടാമത്തെ കാര്യം VRF അങ്ങനെയുള്ള സിസ്റ്റമാണ് ഇവിടെ എയർ കണ്ടീഷൻ ഫീൽഡുകളിലൊക്കെ കൂടുതൽ വരുന്നത്. എന്നെ സംബന്ധിച്ച ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ആ ഒരു സമയത്ത് ഞാൻ മെയിന്റനൻസിൽ നിന്ന് ഇൻസ്റ്റാളേഷനിലേക്ക് സഡൻ ആയിട്ടൊരു ചേഞ്ച് വന്നപ്പം നമുക്കത് ഒന്ന് ഫിസിക്കലായിട്ടും രണ്ടാമതായിട്ട് വർക്കിനോടും ആ ഒരു അത് നമ്മുടെ ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ചോദിക്കുന്നത് എനിക്കറിയില്ല. ഗൾഫിൽ നിന്ന് വരുന്നവരോടൊക്കെ പലരും പറയാനുള്ള മെയിന്റനൻസ് ജോലി ചെയ്യുന്നവരും ഓടിപ്പിടിച്ച് മാൾട്ട 1 ലക്ഷം രൂപ സാലറി അത് ഇതെന്ന് കേട്ടിട്ട് ആരും വരാൻ നിൽക്കരുത്. കാരണം നമ്മൾ മെയിന്റനൻസ് ജോലി ചെയ്തിട്ട് ഇവിടെ വന്നിട്ട് മെയിന്റനൻസ് ജോലി എന്ന് പറഞ്ഞാൽ വളരെ കുറവാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഒരു AC കംപ്ലൈന്റ് ഇല്ല. ഇവരെ സംബന്ധിച്ച് അതെടുത്ത് മാറ്റി വെച്ചിട്ട് വേറെ പുതിയത് ഫിറ്റ് ചെയ്യാന്നല്ലാതെ അത് അഴിച്ച് റിപ്പയർ ചെയ്യുന്ന ആളുകൾ വളരെ ചുരുക്കമാണ്. കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് എനിക്കിപ്പോ ഇൻസ്റ്റാളേഷനും ചെയ്യാൻ അറിയാം. 100% ഓക്കെ ആണെന്നുള്ളതും കയറി പോരുക. ധൈര്യമായിട്ട് അവർക്ക് മുന്നോട്ട് പോരാ. ലൈഫുണ്ട് ഒക്കെ ലൈഫുണ്ട്. കാരണം ഇൻസ്റ്റാളേഷനിൽ നമുക്ക് ടെക്നീഷ്യനായിട്ട് വർക്ക് ഞാൻ ചോദിക്കട്ടെ, നിങ്ങളുടെ ഇൻസ്റ്റാളേഷൻ AC ഇൻസ്റ്റാളേഷനിൽ ലൈസൻസ് എടുക്കേണ്ടി വരുമോ? ഇതേക്ക് ടെക്നീഷ്യൻ ഇല്ല. നമുക്ക് അങ്ങനെ ഒരു കാര്യങ്ങളും ഒന്നുമില്ല. ലൈസൻസ് എടുത്താൽ നമുക്ക് കൂടുതൽ സാലറി ഉണ്ടെന്നല്ലാതെ നമുക്ക് വേറെ അതിന്റെ ഓപ്പർച്യൂണിറ്റി അന്വേഷിച്ചിട്ടുണ്ടോ ഇവിടെ? അങ്ങനെ ലൈസൻസ് എടുക്കുന്നതിന് എന്തൊക്കെ ഫോർമാറ്റ് ഞാൻ അതിനെപ്പറ്റി വ്യക്തമായിട്ട് അന്വേഷിച്ചിട്ട് അറിയത്തില്ല. ഓക്കെ, നോ പ്രോബ്ലം. അതേപോലെ ഞാൻ ചോദിക്കട്ടെ, ഇവിടെ വന്നതിന് ശേഷം ഇപ്പൊ 1 വർഷമായിട്ടുണ്ടാവുമല്ലോ. ഈ 1 വർഷത്തിനുള്ളിൽ അത്യാവശ്യം ജീവിത സാഹചര്യം, അതായത് ഇങ്ങോട്ട് വരാനായിട്ട് എത്ര രൂപ മൊത്തം ഏജന്റ് ഫീ ആയിട്ട് എത്രയൊക്കെ കൊടുത്തിട്ടുണ്ട്? ഞാൻ ആദ്യം പറഞ്ഞിരുന്നല്ലോ, ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തിരുന്നു. പിന്നെ കയറി പോരാൻ നേരത്ത് വീണ്ടും 3 ലക്ഷം രൂപയോളം മൊത്തമായി. മൊത്തം 5 ലക്ഷം രൂപ 5 ലക്ഷം രൂപയോളം ആയി. പ്ലസ് എന്റെ കയ്യിൽ നിന്ന് എനിക്ക് ടിക്കറ്റ് മൊത്തത്തിൽ എത്ര രൂപയുണ്ട്? മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ ടിക്കറ്റ് മെഡിക്കൽ എല്ലാം കൂടി 6 രൂപയുടെ മേളിലായിട്ടുണ്ട്. അതായത് 5 ലക്ഷം രൂപ ഏജൻസിക്ക് കൊടുത്തിട്ടുണ്ട്. മൊത്തത്തിൽ ഒരു 6 ലക്ഷത്തിനും 7 ലക്ഷത്തിനും ഇടയ്ക്ക് ചെലവ് വന്നിട്ടുണ്ട്. ഓക്കെ. ഇവിടെ വന്നതിന് ശേഷം ഈ കടം തീർക്കാൻ പറ്റും 1 വർഷം കൊണ്ട്? 5 ലക്ഷം രൂപ തീർക്കാൻ പറ്റും. 5 ലക്ഷം രൂപ തീർക്കണം. അതായത് ആദ്യത്തെ 1 വർഷം കൊണ്ട് ഒരു 5 ലക്ഷം രൂപ കടം തീർത്തിട്ടുണ്ട്. വീട്ടിലെ ചെലവുകൾ കാര്യങ്ങളൊക്കെ അതിന്റെ കൂട്ടത്തിൽ കൂടെ നടത്തിയിട്ടുണ്ട്. അപ്പോ അത്യാവശ്യം ബാലൻസ് ഉള്ള ഒരു രാജ്യമാണ് മാൾട്ട. അത്യാവശ്യം ബാലൻസ്. പിന്നെ ഗൾഫിൽ നിന്ന് നമ്മൾ വരുമ്പോൾ വിചാരിക്കും, നമ്മളിപ്പോ ഗൾഫിലെ സംബന്ധിച്ച് ഞാൻ പറയാം, എനിക്കിപ്പോ ഒരു 50,000 രൂപ കിട്ടുകയാണെങ്കിൽ ഒരു 50,000 രൂപ ഒരു 45,000 രൂപ നമുക്ക് നാട്ടിലേക്ക് അയക്കാം. ഇവിടത്തെ സംബന്ധിച്ച് സിറ്റുവേഷൻ വേറെയാണ്. നമുക്ക് ഒന്ന് ടാക്സ്, രണ്ടാമത്തെ കാര്യം നമുക്ക് വരുന്നത് അല്ലറ ഗൾഫിലെ സംബന്ധിച്ച് നമുക്ക് റൂം അങ്ങനെയുള്ള ഒരു 80% കഴിഞ്ഞ എനിക്ക് കിട്ടിയിരുന്നില്ല, വേറെ പല കമ്പനികളും കൊടുത്തിരുന്നു. എനിക്കൊക്കെ റൂമിന്റെ അലവൻസ് നമുക്ക് തരുമായിരുന്നു. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് ഗൾഫിൽ ഓവർ ടൈം കൂടുതലാണ്. ഇവിടെ ഓവർ ടൈം ഉണ്ട്, പക്ഷെ ഗൾഫിലെ പോലെ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്. പിന്നെ ടാക്സിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം ശ്രദ്ധിച്ചത്. ഈ പറഞ്ഞ സാലറി കിട്ടുന്ന 1,100-1,200 യൂറോ ഒക്കെ സാലറി കിട്ടുമെന്ന് പറഞ്ഞതില് ടാക്സ് കഴിഞ്ഞിട്ടാണോ അത് ടാക്സോട് കൂടിയാണോ? ടാക്സോട് കൂടിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത് 1,100 പിന്നെ ടാക്സ് പോകും. ടാക്സ് പോയിട്ട് എത്ര രൂപ ഏറെക്കുറെ കിട്ടുമായിരിക്കും? നമുക്ക് അതാണ് അറിയേണ്ടത്. കയ്യിൽ എത്ര രൂപ? 950-1000 ഒക്കെ കിട്ടും ഓവർ ടൈം. അതായത് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ടുള്ള ആ കാര്യം നിങ്ങളുടെ മനസ്സിൽ നിന്ന് കളയാ. ഒരു 950 യൂറോ 1000 യൂറോ ആണ് ഇവിടെ ഈ ജോലിക്ക് വരുന്ന ഒരാൾക്ക് കിട്ടുന്ന പൈസ. ഒരു ഇത്തിരി ഓവർ ടൈം കൂടെ ചെയ്ത് ഓവർ ടൈം കൂടെ ചെയ്ത് നമുക്ക് 1,100-1,200 അയക്കാൻ പറ്റും. അത് കിട്ടും, കയ്യിലോട്ട് കിട്ടും. ഓക്കെ. അതായത് കുറച്ച് ഓവർ ടൈം കൂടെ ചെയ്താൽ കിട്ടുന്ന ഒരു എമൗണ്ട് ആണ് 1,100 യൂറോ ഒക്കെ കിട്ടുന്നത്. അപ്പോ അവിടെ നിന്ന് പോരുന്നവര് ലക്ഷങ്ങൾ ഉണ്ടാക്കാന്ന് വിചാരിച്ചിട്ട് ഒരിക്കലും യൂറോപ്പിലോട്ട് മാൾട്ടയിലോട്ട് വരരുത്. കാരണം ഇവിടെ 1 ലക്ഷം രൂപ പോലും തികയുന്നില്ല. 1,100 യൂറോ ഓവർ ടൈമോട് കൂടിയാണ് കിട്ടുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ചെലവ് ഏറെക്കുറെ എത്ര രൂപ ഒരു മാസം 400-450 യൂറോയിൽ ചെലവ് നിൽക്കാറുണ്ടോ? എങ്ങനെയാണ് അവസ്ഥ? ഒരു 350-400 യൂറോയിൽ ചെലവ് നിൽക്കാറുണ്ട്. നമ്മൾ അത്ര ചുരുക്കി പിടിച്ച് പോകുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫാമിലിയും വീട്ടിലെ കാര്യങ്ങളും ഒക്കെ നമ്മളൊരു ചുരുക്കി പിടിച്ച 600 യൂറോ നമുക്ക് ബാലൻസ് കിട്ടും. ഒരു വർഷത്തിൽ ഒരു തവണ നാട്ടിൽ പോക്കും കൂടെ അതിൽ നിന്ന് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര രൂപ ബാലൻസ് ഉണ്ട്?
ഒരു 500 യൂറോ നാട്ടിൽ പോക്ക് ഒഴിവാക്കുന്നതിന് വേറെ കാര്യം നമ്മൾ 600 യൂറോ വെച്ച് എല്ലാ മാസവും നാട്ടിൽ പോകാനായിട്ട് അല്ല, അതല്ല, വേറെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. നമുക്ക് വിസ റിന്യൂവൽ വരുന്നില്ലേ, അതിന് മെഡിക്കൽ വരുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം ഗൾഫിലാണ്. ഞാൻ എന്റെ കയ്യിൽ നിന്നെല്ലാം മുടക്കണ്ട, എല്ലാം ഞാൻ ഒന്നും അറിയേണ്ട ആവശ്യമില്ല. കമ്പനി ആ സമയത്ത് നമ്മളെ വിളിച്ച് ചെയ്തു. അപ്പൊ ഗൾഫിൽ നിന്ന് വരുന്നവരെ സംബന്ധിച്ച് പത്ര പരസ്യങ്ങളിൽ കാണുന്ന ഏറ്റവും വലിയ കാര്യം PR കിട്ടുന്നതിനെ കുറിച്ചും അതേപോലെ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്നതിനെ കുറിച്ചാണ്. അപ്പൊ അതിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമുക്കിവിടെ എന്നെ സംബന്ധിച്ച്, ഒരു ടെക്നീഷ്യനെ സംബന്ധിച്ച് ഇവിടെ ഫാമിലിയെ കൊണ്ടുവരാൻ നടക്കുന്ന കാര്യമേ അല്ല. അതെന്തുകൊണ്ടാണ് നടക്കില്ല എന്ന് പറയുന്നത്? നടക്കുന്ന കാര്യം ഇവിടെ സാലറിക്ക് വൈഫ് ഫാമിലിയെ കൊണ്ടുവരുന്നതിന് നമുക്കൊരു സാലറിയുടെ ഇല്ല. എത്രയാണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, 2000 യൂറോ അങ്ങനെ എന്തോ ഒക്കെയാണ്. 2000 അല്ല, ഒരു 18,500 യൂറോന്റെ അടുത്ത് നമുക്ക് ബേസിക് വേണം. അതിപ്പോ മനസ്സിലാവില്ല എന്റെ സാലറി എത്ര. ഒരു ടെക്നീഷ്യന്റെ സാലറി ഞാൻ 1700 യൂറോ എന്ന് പറയുമ്പോൾ ഒരു 12,000 യൂറോ സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് പത്രത്തിൽ എന്ത് പരസ്യം കൊടുത്താലും PR അല്ലെങ്കിൽ ഫാമിലിനെ കൊണ്ടുവരാൻ പറ്റുന്നുള്ളതിൽ ഇനി PR-നെ കുറിച്ച് ചോദിക്കാം. PR കിട്ടുമെന്ന് പറയുന്നുണ്ടല്ലോ, ഒരുപാട് പേര് പത്രപരസ്യം കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഫ്യൂ ഇയേഴ്സ് എത്രയാണ് മാൾട്ടയിൽ PR കിട്ടാൻ എത്ര വർഷം? എന്റെ ഒരു ധാരണ വെച്ചിട്ട് 5 വർഷത്തോ 6 വർഷത്തോളം എടുക്കും. ഞാൻ നാട്ടില് അപ്ലൈ ചെയ്ത സമയത്ത് ചില ഏജൻസി, ഞാൻ ആ ധാരണ ഒന്ന് തിരുത്തി കൊടുക്കാൻ പോവാണ്. 5 വർഷം കൊണ്ട് PR കിട്ടുന്ന രാജ്യം UK ആണ്. മാൾട്ടയിൽ PR കിട്ടണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് ഒരു 18 വർഷത്തോളം ഇവിടെ നിൽക്കേണ്ട കാര്യമുണ്ട്. 5 വർഷം കഴിഞ്ഞാൽ നമ്മൾക്ക് കിട്ടുന്ന ഒരു ലോങ് ടൈം റെസിഡന്റ് പെർമിറ്റ് എന്ന് പറയും. ആ ലോങ് ടൈം റെസിഡന്റ് പെർമിറ്റ് നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ മാൾട്ടീസ് ഭാഷയുടെ മാൾട്ടീസ് ഭാഷ, ഒന്ന് കൾച്ചറൽ ആൻഡ് ഇവരുടെ ഹിസ്റ്ററിനെ കുറിച്ചുള്ള ഒരു കോഴ്സ്, ഇങ്ങനെ 2 കോഴ്സ് പാസ്സാവേണ്ട ആവശ്യമുണ്ട്. അത് പാസ്സായാൽ 5 വർഷത്തേക്കുള്ള ലോങ് ടേം റെസിഡന്റ് പെർമിറ്റ് ആണ് കിട്ടുന്നത്. ഇവിടുത്തെ PR കിട്ടണമെന്നുണ്ടെങ്കിൽ, പെർമനന്റ് റെസിഡന്റ് കിട്ടണമെങ്കിൽ ഇവിടെ വർഷങ്ങളോളം 15 വർഷത്തിന് മുകളിൽ ഇവിടെ കണ്ടിന്യൂ ആയിട്ട് താമസിക്കണം. കണ്ടിന്യൂറ്റി ഉണ്ടെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. എത്ര രാജ്യങ്ങൾ ഇതുവരെ കണ്ടിട്ടുണ്ട്? അല്ല, ഇവിടെ വരുന്നവരൊക്കെ നിങ്ങൾക്ക് ഷെങ്കൻ വിസ ഉള്ളവരാണ്, കാർഡുള്ള ആളാണ്. 26 രാജ്യങ്ങളിൽ യാത്ര ചെയ്യും. എത്ര രാജ്യത്ത് പോയി? ഈ മാൾട്ടയുടെ ഈ ചുറ്റുപാട് വിട്ടിട്ട് നമ്മള് അടുത്ത് കിടക്കുന്ന ഗോസോ, മാൾട്ടയുടെ അടുത്ത് കിടക്കുന്നില്ല, അവിടെ പോലും പോകാൻ പറ്റിയിട്ടില്ല. ഒരു ടെക്നീഷ്യന്റെ വാക്കുകളാണ് ഇത്. ഒരു AC ടെക്നീഷ്യന്റെ വാക്കുകളാണ്. നിങ്ങൾ ഹൃദയത്തോട് ചേർത്ത് വെക്കേണ്ട വാക്കുകളാണ്. നമ്മൾ ഷെങ്കൻ വിസ കയ്യിലിരുന്നുകൊണ്ടോ ഷെങ്കൻ കാർഡ് കയ്യിലിരുന്നുകൊണ്ടോ കാര്യമില്ല. നമുക്ക് കിട്ടുന്ന സാലറി 1000-1100 യൂറോ സാലറി കിട്ടുന്ന ഒരാളെ സംബന്ധിച്ച് ഈ തൊട്ടടുത്ത് കിടക്കുന്ന ഈ മാൾട്ടയിൽ 3 ദ്വീപുകളാണ്. അതിനകത്ത് ഗോസോയിൽ പോലും പോകാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്നത്. ഈ അവസ്ഥയൊക്കെയാണ് ഇവിടുത്തെ. പക്ഷെ എല്ലാവരും പറയുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് പരസ്യങ്ങൾ കൊടുക്കുന്നത് അനുസരിച്ച് ചാടി വീണ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പന്തം കത്തിച്ചു വെച്ചുകൊണ്ട് അതിലേക്ക് ചാടി വീഴുന്ന ഈയാമ്പാറ്റകൾ എന്നേ ഞാൻ പറയത്തുള്ളൂ. ആ ഒരു അവസ്ഥയിലോട്ട് നിങ്ങൾ ചാടി വീഴരുത്, ലക്ഷങ്ങൾ കയ്യിൽ കൊണ്ടുവന്ന് കൊടുക്കരുത് എന്ന് മാത്രമേ ഇവിടെ പറയാനുള്ളൂ. പിന്നെ നമ്മളൊരു കൂട്ടുകാരനെ കൂടി പരിചയപ്പെട്ടിരുന്നു. ആ കൂട്ടുകാരനോട് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 1-2 കാര്യങ്ങൾ ചോദിച്ചിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഫ്രെബിൻ നഴ്സിംഗ് ഫീൽഡാണെന്നാണ് പറഞ്ഞത്. നഴ്സിംഗ് ഫീൽഡിൽ ഇവിടെ എന്ത് ജോലിയായിട്ടാണ് വന്നേക്കുന്നത്? ഞാൻ കേരളമായിട്ടാണ് വന്നേക്കുന്നത്. കെയറായിട്ടാണ് വന്നേക്കുന്നത്. നാട്ടിൽ നിന്ന് കെയർ വിസയിൽ ജോലിക്കായിട്ടാണോ വന്നത്, അതോ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഞാൻ ഡയറക്റ്റ് ജോലിക്കായിട്ട് തന്നെയാണ് വന്നത്. ജോലി വിസയിലാണ് ഇവിടെ എത്തിയത്. ഓക്കെ. ഇവിടെ വന്നപ്പോ നാട്ടിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ബേസിക് സാലറി തന്നെ കിട്ടുന്നുണ്ടോ, അതിൽ കൂടുതൽ കിട്ടുന്നുണ്ടോ? എന്താ അവസ്ഥ? മെഡിക്കൽ ഫീൽഡിലുള്ള ഒരാളായതുകൊണ്ടാണ്. ഇതൊരു സെക്കൻഡ് പേഴ്സൺ ആണ്. നമ്മൾ ഇതിനു മുൻപ് ഒരു വീഡിയോ, ഷഫീഖ് എന്ന് പറയുന്ന ഒരു കൂട്ടുകാരന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് പലരും പറഞ്ഞിട്ടുള്ള കാര്യം, നിങ്ങൾ ഈ പറഞ്ഞ വീഡിയോയിൽ പറയുന്നത് ഒരു പരസ്യത്തിനാണോ ചെയ്തിരിക്കുന്നത്, ഇത്രയും സാലറി ഒന്നും ഇവിടെ മാൾട്ടയിൽ കിട്ടുന്നില്ല എന്നുള്ളതൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് 1-2 കാര്യങ്ങളൊക്കെ ചോദിക്കാം. ഇവിടെ വന്നിട്ട് ഏറെക്കുറെ എത്ര രൂപയോളം നമുക്ക് സാലറി ഒക്കെ പ്രതീക്ഷിക്കാൻ പറ്റും ഒരു കെയറിന്? ബേസിക് കാര്യങ്ങൾ പറയാം. അതായത് എനിക്കിപ്പോ ഒരു മാസം ഒരു 1300 പ്ലസ് കിട്ടുന്നുണ്ട്. ഓവർ ടൈം ഉണ്ട്. അപ്പം 1300 യൂറോന് കൂടുതൽ വരെ കിട്ടാം. കയ്യിൽ കിട്ടുന്ന പൈസയാണോ? കയ്യിൽ കിട്ടുന്ന പൈസ കയ്യിൽ കിട്ടുന്നുണ്ട്. അത് ഓവർ ടൈം ചെയ്യുന്നുണ്ടോ? അപ്പൊ ഓവർ ടൈം അല്ല, അതിന്റെ കൂടുതൽ അല്ല. ഈ ഓവർ ടൈം ഉണ്ട്, ബേസിക് അല്ല. ഓവർ ടൈം കൂടെ കൂടി ചെയ്യുമ്പോഴത്തേനാണ് കിട്ടുന്നത്. ഓക്കെ. ഓവർ ടൈം ഇല്ലാതെ നിങ്ങൾക്ക് എത്ര രൂപയ്ക്ക് സാലറി ഉണ്ട്? ബേസിക് 1000 ആണ്. 1100 ആ റേഞ്ചാണ്. 1000 യൂറോ പ്രതീക്ഷ. 1200 1000 യൂറോ എന്ന് പറയുമ്പോൾ 1000 യൂറോ ബേസിക് ഉണ്ട്. ഓവർ ടൈം ചെയ്ത് കഴിഞ്ഞാൽ ഒരു 1300 യൂറോ. 1300 യൂറോ എന്ന് പറയുമ്പോൾ ഏറെക്കുറെ 1,10,000 രൂപ ഇവർക്ക് സാലറി കയ്യിൽ കിട്ടുന്നുണ്ട്. അപ്പൊ സാലറി വലിയ കുഴപ്പമില്ലാത്ത, തിരക്കേടില്ലാത്ത ഒരു സാലറിയാണ്. കെയറായിട്ട് വരുന്ന ആളുകൾക്ക് ഫാമിലി വിസ കിട്ടും എന്ന് നാട്ടിൽ പറയുന്നുണ്ട്. അത് കിട്ടുന്നുണ്ട്?
ഫാമിലി വിസ കിട്ടാനുള്ള ഒരു ചാൻസും എനിക്ക് കാണുന്നില്ല. കാരണം വെച്ച് കെയർ കഴിഞ്ഞാൽ ആയിട്ടുള്ള ജോലി ചെയ്ത് കിട്ടത്തില്ല. നേഴ്സ് ആവുകയാണെങ്കിൽ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് വൈഫിനെ കൊച്ചിനെ കൊണ്ടുവരണം എന്ന് ഒരു മെയിൽ നേഴ്സ് ഇവിടെ വന്നിട്ട് കെയറർ ഡ്യൂട്ടി ചെയ്യുന്ന സമയത്ത് വൈഫിനെ കൊച്ചിനെ കൊണ്ടുവരണം എന്ന് വിചാരിച്ചാൽ ഈ സാലറിയിൽ നടക്കില്ല എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും നടക്കത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് ഞാൻ ഫ്രിബിന്റെ വാക്കുകളിലൂടെ അത് കേട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കുക, കെയറർ എന്ന് പറയുന്ന ജോലിയിൽ വരുന്ന ഒരാൾക്കും അവരുടെ ഡിപ്പെൻഡൻസിനെ ആ സാലറിയിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റില്ല. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം നിങ്ങൾ പരസ്യങ്ങൾ കാണുമ്പോൾ പരസ്യങ്ങളിൽ എന്തോ എഴുതി വെക്കും. പരസ്യങ്ങൾ കാണുമ്പോൾ ആ പരസ്യങ്ങൾ കണ്ടുകൊണ്ട് എന്റെ ഭാര്യനും കുട്ടികളെയും ഇപ്പൊ 3 മാസം 4 മാസം കൊണ്ട് കൊണ്ടുപോവാം, ഫാമിലി വിസ കിട്ടും എന്നൊക്കെ പറയുന്നത് വെറുതെ പറയുന്നതാണ്. PR കിട്ടും എന്ന് പറയുന്നത് വെറുതെ പറയുന്നതാണ്. ഇതൊക്കെ അവിടുത്തെ ഏജൻസികൾ നിങ്ങളുടെ പൈസ മേടിക്കാൻ വേണ്ടി പറയുന്ന കാര്യം. പക്ഷെ ഇവിടെ ലൈഫുണ്ട്. കാരണം ഒരു കെയറായിട്ട് വന്ന ആൾ പറയുന്നു 1300 യൂറോളം കയ്യിൽ മേടിക്കുന്നുണ്ടെന്ന് പറയുന്നു. അതേപോലെ നാട്ടിൽ നിന്ന് വന്നിട്ട് അത്യാവശ്യ കടം കാര്യങ്ങളൊക്കെ തീർന്നിട്ടുണ്ടോ? എങ്ങനെയൊക്കെ ഒരവസ്ഥ? എന്റെ അത്യാവശ്യം കടമൊക്കെ തീർന്നിട്ടുണ്ട്. എത്ര രൂപയൊക്കെ മുടക്കിയിട്ടാണ് ഇവിടെ വന്നത്? എനിക്ക് വളരെ കുറച്ച് പൈസ ആയുള്ളൂ. അതായത് എനിക്കൊരു 2 ലക്ഷം രൂപ അടുത്തായിട്ടുള്ളൂ. എന്റെ ഏജൻസി ഫീസ് അത്രേ ഉള്ളായിരുന്നു. പിന്നെ വലിയ ഇതൊന്നും ഇല്ലായിരുന്നു. പിന്നെ നാട്ടിലെ കുറച്ച് കടങ്ങളൊക്കെ ഉള്ളായിരുന്നു. അതൊക്കെ ഏകദേശം വീട്ടിൽ വരുന്നു. അതായത് വെറും 2 ലക്ഷം മുടക്കിയിട്ടും ഇവിടെ 2-2.5 ലക്ഷം രൂപ ഒക്കെ മുടക്കി മാത്രം ഇവിടെ ആളുകൾ കേരളന്മാര് വരുന്നുണ്ട്. അതേപോലെ 5 ലക്ഷം മുടക്കിയും വരുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നിങ്ങൾ ബന്ധപ്പെടുന്ന ഏജൻസികളും ഇതൊക്കെ അനുസരിച്ച് മാറിയിരിക്കും. അപ്പോൾ അത് നിങ്ങൾ തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടെ കൂട്ടുകാർ വഴിയിട്ടൊക്കെ അന്വേഷിക്കുക. എത്ര ഇടനാലക്കാർ കൂടുതൽ വരുന്നോ അത്രയും പൈസ കൂടുതൽ ചിലവും. അതാണ് ഞാനിപ്പോൾ മാൾട്ടയിൽ കണ്ടിട്ടുള്ള മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. എന്തായാലും നിങ്ങൾക്ക് രണ്ടുപേരും നമ്മുടെ ഒരു ഇന്റർവ്യൂ കൊടുക്കാനായിട്ട് സന്നദ്ധരായിട്ട് മുന്നോട്ട് വന്നു. വളരെ സന്തോഷം. നമ്മുടെ ഓഡിയൻസ് എല്ലാവരും കാണുന്നുണ്ട്. എല്ലാവരുടെയും ഓഡിയൻസിന് വേണ്ടിയിട്ട് ഞാൻ നിങ്ങളോട് നന്ദി പറയുന്നു. താങ്ക് യു. താങ്ക് യു.